ഹലോ, ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെട്ട് കേക്കിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കുട്ടി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂണോളം വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ 1 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് സ്പൂണോ വിസ്കോ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഇതൊന്ന് പതപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ഓയിലാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ ഒന്ന് പതഞ്ഞ് വന്നതിന് ശേഷം ഞാനിവിടെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂണോളം സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ച് നോക്കാം. ആവശ്യത്തിന് പിന്നെയും മൈദ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ടൈറ്റ് ആവുന്ന വരെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിൻ്റെ മാവ് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കാകെ ആവശ്യം വന്നത് 1/2 കപ്പ് മൈദയാണ്. അത് നല്ല പോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂണോളം ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് മുകളിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഉരുളയാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് മാവിൻ്റെ സൈഡിൽ നിന്നും എടുത്തിട്ട് നടുവിലേക്കാക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മുടെ ഭംഗിയുള്ള ഉരുള റെഡിയായി കിട്ടും. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് ഒരല്പം മൈദയൊന്ന് തൂക്കി കൊടുത്തിട്ട് ഇത് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ വീഡിയോയിൽ കാണുന്ന പോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് ചെറുതായിട്ട് ഒന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള വിധത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോന്നായിട്ട് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തത് വേറെ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി ഇടേണ്ടതുണ്ട്. ഒന്നിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഓരോന്നായിട്ട് വെവ്വേറെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എണ്ണ ഒരുപാട് ചൂടായിരിക്കാൻ പാടില്ല. അതുപോലെ ഫ്ലെയിം സിമ്മിലായിരിക്കണം. ഇത് വറുത്തെടുത്ത് കഴിയുന്നത് വരെ ഫ്ലെയിം ഒരിക്കലും കൂട്ടിയിടാൻ പാടില്ല. പുറം ഭാഗം വേഗം കരിഞ്ഞിട്ട് അകം വേവാത്ത രൂപത്തിലായി പോകും. അപ്പോൾ അതുകൊണ്ട് സിമ്മിലാക്കി വെച്ചിട്ട് ഇത് വറുത്തെടുത്ത് കഴിയുന്ന വരെ ഫ്ലെയിം സിമ്മിലായിരിക്കണം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. ഇത് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കുട്ടി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.